ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വള മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയുള്ള കോട്ടൻ്റെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ത്രെഡ് സൂചിയിൽ വേഗം കോർക്കാൻ പറ്റും. വള വൈസ് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൂടെ കോർത്തെടുക്കുക. ഒരു കെട്ടും കൂടി ഇടണം. ഇങ്ങനെ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു പച്ച ബീഡ്, പിന്നെ ഒരു പേൾ ബീഡ്, വൈറ്റ് പേൾ ബീഡ്, പിന്നെ ഒരു പച്ച കളറ് ക്രിസ്റ്റൽ ബീഡ്, പിന്നെയും ഗോൾഡൻ ബീഡ്. രണ്ടാമത്തെ ബ്ലോക്ക് ചെയ്യുമ്പോൾ പിന്നീട് ഗോൾഡൻ ബീഡ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെയും അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകളാക്കിയിട്ട് മുഴുവനായിട്ടൊന്ന് കോർത്തെടുക്കണം. നമ്മൾ കെട്ടിടാൻ ഫസ്റ്റ് മറന്നു പോയതുകൊണ്ടാണ് കെട്ടിട്ടിട്ട് ചെയ്യണം. ഇത്രയും നമ്മൾ ചെയ്ത് വീണ്ടും ഒന്നുകൂടി കോർത്തെടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളയിലൊന്ന് പശം കൂടി തേച്ചിടുക. ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കോർത്ത് അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ജസ്റ്റ് കോർത്തെടുക്കുക. ഇതുപോലെ ഒന്ന് കോർത്തെടുത്താൽ മതി. ടൈറ്റായിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളയുടെ കുറേ ഹോളുകളുണ്ട് വളയിലേക്ക്. അതിൻ്റെ ഒരു ഹോളിലൂടെ എടുത്തിട്ട് തിരിച്ച് അതേ ഹോളിലൂടെ തന്നെയാണ് എടുക്കേണ്ടത്. ഒരു സൈഡിലൂടെ കോർത്ത് മറ്റേ സൈഡിലൂടെ താഴേക്കാണ് എടുക്കേണ്ടത്. അടുത്ത ഹോളിലൂടെ ഇതുപോലെ കോർക്കുക, ശ്രദ്ധിക്കുക. പിന്നെ തിരിച്ച് നമ്മൾ ബീഡ് കോർത്തതിൻ്റെ മുകളിലൂടെ താഴോട്ടാണ് നൂല് തിരിച്ചെടുക്കേണ്ടത്. അത് നമ്മൾ ചെയ്ത ആ വർക്ക്, ആ ബീഡ്, തുന്നിയ ബീഡ് അവിടെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഇതുപോലെ കോർത്തെടുത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പുറം സൈഡിലൂടെയാണ് സെയിം ഹോളിലൂടെ താഴേക്ക് എടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓരോ ഹോളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ തുന്നിക്കൊടുക്കുക. ഒരു ഹോളിലൂടെ എടുത്ത് തിരിച്ച് അത് സെയിം ഹോളിലൂടെ മറുവശത്തിലൂടെ താഴേക്ക് എടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇത് ചെയ്യുക. പല ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുക. പേൾ ബീഡ് മാത്രം ഉപയോഗിക്കുക, ക്രിസ്റ്റൽ ബീഡ് മാത്രം ഉപയോഗിക്കുക. ഇടയിൽ വേണമെങ്കിൽ ചക്കിരിട്ടി ചെയ്യുക. പല മോഡലിലും നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു വളയാണിത്. ഇതൊരു 40-50 രൂപക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു വളയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഡിൻ്റെ വിലക്കനുസരിച്ചൊക്കെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ചെയ്യും. തുന്നിയത് കാരണം അതൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല. അവസാനം നമുക്ക് ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലൊന്ന് ജസ്റ്റ് കെട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കെട്ടിയ ഭാഗം അവിടെ ഉണ്ട്, അതിലും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. 2-3 കെട്ടിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പശ ഒന്ന് തേച്ച് കൊടുത്തൊന്ന് ആ കെട്ടൊക്കെ ഒന്ന് അവിടെ അമർത്തി വെക്കാം. ചുറ്റിലൊന്ന് പശ തേക്കാം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്